നമസ്കാരം. റേക്കിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 3 പില്ലർ എനർജിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു പോരുന്നത്. ആദ്യം നമ്മൾ ഗാഷോ മെഡിറ്റേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ റെയ്ജിഹോ എന്ന ഒരു വിഷയം പറഞ്ഞിരുന്നു. മൂന്നാമത്തേത് ചിരിയോ എന്ന ഒരു മൂന്നാമത്തെ പില്ലർ പ്രാക്ടീസാണ് ചിരിയോ. എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും തന്നെ മനുഷ്യ നന്മയെ പ്രതിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെയാണ് റേക്കിയും. പ്രകൃതിയിൽ നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തെ പുനരാവിഷ്കരിച്ച് അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ ഏവർക്കും അനായാസേന ചെയ്യാവുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള റേക്കി ചികിത്സാ മെത്തേഡുകളാണ് ഈ 3 പില്ലർ പ്രാക്ടീസ്. ഗാഷോ മെഡിറ്റേഷൻ നമ്മൾ അനാഹത ചക്രത്തിൽ ഇരു കൈകളും നമസ്തേ പോസ്റ്ററിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ചിരിയോ പ്രാക്ടീസും അതിൻ്റെ തന്നെ തുടർച്ചയെന്നോണമാണ് ചെയ്തു വരുന്നത്. റെയ്ജിഹോയും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചെയ്തു വരുന്നത്. ഈ ചിരിയോ എന്നാൽ ചികിത്സ എന്നാണ് അർത്ഥമാക്കുന്നത്. ഡോക്ടർ ഉസോയുടെ കാലഘട്ടത്തിൽ ചികിത്സ സ്വാഭാവികമായും ജപ്പാനീസ് രീതിയിലാണ് നൽകിയിരുന്നത്. അത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ റേക്കിയിലെ ടേം ഓഫ് ടെക്നിക്സുകളെല്ലാം തന്നെ ജാപ്പനിക് ആയിട്ടുള്ള ശബ്ദപ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. അപ്പോൾ രോഗി തറയിൽ കിടക്കുന്നു എന്നാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. തെറാപ്പി എന്ന വാക്ക്, തറ എന്ന വാക്കിൽ നിന്നാണ് തെറാപ്യൂട്ടിക് എന്ന ഒരു നാമം ഉണ്ടായിട്ടുള്ളത്. അത് മലയാളം പദമാണ്. അതുപോലെ രോഗിയെ ഒന്നല്ലെങ്കിൽ തറയിൽ കിടത്തുക, ഇല്ലെങ്കിൽ ഒരു ടേബിളിൽ കിടത്തുക, മെത്തയിലോ ഡെസ്കിലോ സ്വസ്ഥമായി കിടത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ പ്രാക്ടീഷണർ ക്ലയൻറ്റിൻ്റെ അരികിൽ മുട്ടുകുത്തി നിന്നിട്ട് ഇരുന്നിട്ടോ മുട്ടുകുത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസനത്തിൽ ഇരുന്നിട്ട് ഈ മസാജ് ടേബിളിൻ്റെ സൈഡിലായിട്ടിരുന്നു കൊണ്ട് പ്രാർത്ഥനാപൂർവമായിട്ടുള്ള മനസ്സോടുകൂടി കൈകൾ ആ ശരീരത്തിലേക്ക് ഊർജത്തെ പ്രസരിപ്പിക്കുക. അതാണ് റേക്കിയുടെ കാതലായിട്ടുള്ള വശം. ഈ ചികിത്സ നൽകുന്ന വ്യക്തി തൻ്റെ ഈ ശാക്തീകരിക്കപ്പെട്ട കൈപ്പടങ്ങൾ രോഗിയുടെ സഹസ്രാര ചക്രത്തിൽ, അതായത് കിരീട ചക്രം എന്നാണ് പറയുന്നത്, സഹസ്രാരത്തിൽ ആദ്യം വയ്ക്കുന്നു. അപ്പോൾ അവിടെ ഈ കൈകളിൽ അനുഭവപ്പെടുന്ന ഇമ്പൾസസ് അതൊരു ഇൻഫർമേഷനായിട്ടാണ് പ്രവഹിക്കുന്നത്. അതിൻ്റെ പ്രചോദനം, ആ ഇമ്പൾസസ് ആൻഡ് ഇൻഫർമേഷൻസിൻ്റെ പ്രചോദനം അത് തിരിച്ചറിയുന്നത് വരെ, ഉണ്ടാകുന്നത് വരെ ഈ സഹസ്രാരത്തിൽ കൈവച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. എന്നിട്ട് ഈ ഇമ്പൾസസിൻ്റെയും ഇൻഫർമേഷൻസിൻ്റെയും അതിൻ്റെ പാത പിന്തുടരുക. കഴിഞ്ഞ ക്ലാസ്സിൽ റെയ്ജിഹോയിൽ ഗൈഡഡ് ഹീലിംഗ് ആയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്ന പരിശീലനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ റെയ്ജിഹോയെക്കുറിച്ചുള്ള ക്ലാസ് കൂടി നിങ്ങൾ ഇതോടൊപ്പം തന്നെ കേട്ടിട്ട് ഇത് വീണ്ടും പൂർത്തീകരിക്കുക. ഈ പ്രാക്ടീസും കൂടെ ചെയ്ത് പൂർത്തീകരിക്കുക. ചികിത്സയ്ക്കിടെ ഈ ചികിത്സ നൽകുന്നയാൾ തൻ്റെ കൈകൾക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു നിയന്ത്രണം നൽകുന്നു. അതാണ് നമ്മൾ ചിരിയോയിൽ കണ്ടത്. സ്വതന്ത്രമായിട്ടുള്ള നിയന്ത്രണം. എന്താണ് സംഭവിക്കുന്നത് എന്ന് കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ കൈകൾ അനായാസേന രോഗിയുടെ
ഓസിലേറ്റഡ് മൂവ്മെൻറ്റ്സ്, ഇങ്ങനെ ഓറയിൽ ഫ്ലോ ഓഫ് എനർജി, നമ്മൾ ഓറയെ നമ്മൾ സ്പർശിക്കുന്നു, കൈകൊണ്ട് കണ്ണടച്ചിരുന്ന് സ്പർശിക്കുന്നു. ആ കൈകൾ എന്താണോ നയിക്കുന്നത്, എവിടേക്കാണോ നയിക്കുന്നത്, അത് കൈകൾ തീർച്ചയായിട്ടും രോഗമുള്ള ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യിപ്പിക്കുന്നത്. അത് അധോബോധതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു റേക്കിയുടെ ഇൻ്റലിജൻസ് തന്നെയാണ് ആ കൈകളെ അങ്ങനെ ചലിപ്പിക്കുന്നത്. ഈ ചികിത്സ നൽകുന്ന ആൾ തൻ്റെ കൈകൾ സ്വതന്ത്ര നിയന്ത്രണം നൽകുന്നു. കൈകൾ ശരീരത്തിൽ നിന്ന് സ്വയം ഉയർന്ന് പുതിയൊരു ചികിത്സ കണ്ടെത്തുന്നതുവരെ, അടുത്ത പോയിന്റിലേക്ക് എത്തുന്നതുവരെ ശരീരത്തിൻ്റെ വേദനാജനകമായ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നു. ഏതെല്ലാം ഭാഗങ്ങളിലാണോ രോഗി ഇതിനു മുമ്പ് ചികിത്സകനോട് പറഞ്ഞിട്ടുള്ളത്, ഇന്ന ഭാഗത്തെനിക്ക് രോഗമുണ്ട്, വേദനയുണ്ട്, അവിടെ സഫോക്കേഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്തേക്ക് കൈകൾ ബോധപൂർവമായിട്ട് മാറ്റിവെക്കാവുന്നതാണ്. ഈ ഡോക്ടർ ഉസൂയി നിരവധി വ്യത്യസ്ത രോഗശാന്തി വിദ്യകൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ റേക്കിയുടെ 3 തൂണുകളെക്കുറിച്ച് ആണ് നമ്മൾ ഈ പ്രാഥമിക ഘട്ടത്തിൽ പരിചയപ്പെടുന്നത്. ഈ ഗ്യാഷോ ധ്യാനത്തിലൂടെ നമ്മെ തന്നെ ഒരു ധ്യാനാവസ്ഥയിലേക്ക്, പ്രപഞ്ചവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. 2 കൈകളും നമസ്തേ പോസ്റ്ററിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏകാഗ്രത, ധ്യാനാവസ്ഥ, കൈവല്യാവസ്ഥ കൈവരിക്കപ്പെടുന്നു. നമ്മൾ വീട് വൃത്തിയാക്കുന്നു, അതിനു മുമ്പ് ഗാഷോയെ നമസ്തേ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഗാഷോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്തേ എന്നാണ്. അതായത് ഞാൻ നിങ്ങളിലുള്ള ദൈവത്തെ വന്ദിക്കുന്നു. എല്ലാറ്റിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി എല്ലാറ്റിലുമുണ്ട്. അതിനെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് ഈ നമസ്തേ അല്ലെങ്കിൽ ഗാഷോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കടൽ തീരത്തിരിക്കുന്നതായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ ഒരു പർവ്വതത്തിലിരിക്കുന്നതായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം. ആ തീരത്തിരുന്നുകൊണ്ട് ആ കടലിൻ്റെ ഇരമ്പത്തോടൊപ്പം തന്നെ ആ റിപ്പിൾസ്, ആ തിരമാലകളുടെ ഇരമ്പം നമ്മെ കൂടുതൽ ധ്യാനാവസ്ഥയിലേക്ക് നയിക്കും. തത്സമയം തന്നെ നമ്മളുടെ ശരീരത്തിലും രോഗിയുടെ ശരീരത്തിലുമുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ ഈ കടലിൻ്റെ അഗാധ നീലിമയിലേക്ക് പോയതായിട്ട് സങ്കല്പിക്കുന്നു. അതാണ് ഒരു ധ്യാന നിമഗ്നമായിട്ട് ഈ ചിരിയോ പ്രാക്ടീസിലൂടെ രോഗിയെ ചികിത്സിപ്പിക്കുന്നത്. ഇനി ദൈനംദിന പരിശീലനമാണ് ഇതിന് ആവശ്യം. കൈകൾക്ക് എപ്പോഴും നമ്മളുടെ HSP അതിങ്ങനെ ക്രമീകരിച്ചെടുക്കുക. 2 കൈകൾക്കുമുള്ളിലുള്ള പുള്ളിങ് ആൻഡ് പുഷിങ് സെൻസേഷൻസ്, HSP നമ്മൾ എല്ലാ സമയവും കീപ്പ് ചെയ്യുക. ഹാൻഡ് സെൻസറി പെർസെപ്ഷൻ, ഓറിക് ഫീൽഡിലുള്ള ആ ബലതന്ത്രം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അത് നമ്മിൽ നിന്നും നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ കൈകൾ നെഞ്ചിന് മുന്നിൽ നമ്മൾ നമസ്തേ പോസ്റ്ററിൽ പിടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ സഹസ്രാര ചക്രം തുറന്ന്, കപാലകുണ്ടലങ്ങൾ തുറന്ന് പ്രാണാപാനന്മാർ കൈവെള്ളകളിലേക്ക് എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും. അങ്ങനെ ധ്യാനത്തിലൂടെ നമ്മളുടെ ഈ നിന്നിലെ ഈശ്വരനെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആ അഹംഭാവം താൽക്കാലികമായി നിർത്തിവെക്കപ്പെടുന്നു. പിന്നെ നമ്മൾ വേറെ ഒരു ലോകത്തിലാണ്. നമ്മളുടെ അഹംഭാവം, ഈഗോ, അത് ഓഫായി. പിന്നെ റെയ്ജി ഫലപ്രദമായി പരിശീലിക്കാൻ ആ സമയത്ത് നമുക്ക് സാധിക്കും. ഈ റെയ്ജി ഒരു ഉദ്ദേശപൂർണമായ പ്രവൃത്തിയായി കാണപ്പെടുന്നു. അതായത് ഇന്ന രോഗി സുഖപ്പെടണം എന്നുള്ള ദൃഢമായിട്ടുള്ള അഫർമേഷൻസാണ് അവിടെ വയ്ക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ റെയ്ജിയോടൊപ്പം റെയ്ക്കി ഊർജത്തിൽ നാം സ്വയം സമർപ്പിക്കുന്നു. അപ്പോൾ ഒരാളെ ചികിത്സിക്കുമ്പോൾ തന്നെ നമ്മളും അതോടൊപ്പം തന്നെ ചികിത്സിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ചികിത്സകൻ്റെ ശരീരത്തിലൂടെ
ഊർജം പ്രകൃതിയിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ ഈ ചികിത്സിക്കുന്ന ആളെയും സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചികിത്സിക്കുന്ന ആൾക്കും തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു പ്രഭാവലയത്തിൻ്റെ ശക്തി അത് ഇതാകും, വളരെ ദൃഢമാകും. അങ്ങനെ ഈ ചികിത്സിക്കുന്ന ആളുടെ ഓറയിലേക്ക് എൻട്രി ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ ഒരു പക്ഷേ മേബി ഈ ഏത് രോഗിയും സുഖം പ്രാപിക്കുന്ന അവസ്ഥ സംജാതമാകും എന്നുള്ളതാണ്. അപ്പോൾ ചികിത്സയ്ക്ക് മുമ്പുള്ള ഒരു ചെറിയ ആചാരമായിട്ടാണ് ഈ 3 പില്ലർ പ്രാക്ടീസിനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ 3 പില്ലർ എനർജി ഗാഷോ മെഡിറ്റേഷൻ ചെയ്യുന്നു, പിന്നെ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുന്നു, പിന്നെ രോഗിയെ തറയിൽ കിടത്തി അല്ലെങ്കിൽ ടേബിളിൽ കിടത്തി നമ്മളൊരു ഗൈഡഡ് ഹീലിങ്ങിലൂടെ എന്നിലെ ഈശ്വരനെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ള ആ ഇതിൽ സങ്കല്പത്തിൽ നമ്മൾ റേക്കി, ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീയിങ് ഹിയർ, റേക്കി ഫോർ ബീയിങ് ഹിയർ, മൈസെൽഫ് ഫോർ ബീയിങ് ഹിയർ എന്ന് നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം രോഗിയുടെ സഹസ്രാരത്തിൽ കൈവയ്ക്കുന്നു. പിന്നെ ആ സഹസ്രാരത്തിൽ ഒരു കൈ വെച്ച് കഴിയുമ്പോൾ തന്നെ 2 കൈയും വെച്ച് കഴിയുമ്പോൾ തന്നെ ഈ രോഗിയുടെ ഏതേത് ഭാഗങ്ങളിലേക്കാണോ ഊർജത്തെ നൽകേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് കൈകൾക്ക് തന്നെ സ്വമേധയ സംജാതമാകും. അങ്ങനെ 3 പില്ലർ പ്രാക്ടീസിലൂടെ റേക്കിയുടെ നല്ലൊരു രോഗശാന്തിക്കാരനായിട്ട് മാറാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് റേക്കി.